2 മീറ്റർ വ്യത്യാസത്തിലാണ് സംഗതി നടന്നത്. അപ്പോൾ അവൻ തന്നെ അവിടെ സത്യം പറഞ്ഞു. മൊബൈലിലുണ്ടായിരുന്നു, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ മൊബൈൽ കയറ്റി വെച്ചിട്ട് സംസാരിക്കുന്നതായിട്ട് അവൻ തന്നെ പറഞ്ഞത്. അത് കളവാണോ സത്യമാണെന്ന് അറിയില്ല, അവനെന്ന് അങ്ങനെ പറഞ്ഞത്. അവൻ പേടിച്ചു പോവുകയും ചെയ്തു. അപ്പം വണ്ടി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് വേണ്ട ഒരു 40-50 സ്പീഡേ വണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ 1 മീറ്റർ അപ്പുറം ബസ് സ്റ്റോപ്പായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ കുടലിന് മൊത്തം പാടിപ്പോയി. അപ്പം ആദ്യത്തിൽ എനിക്ക് വെട്ടിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. ഇടത്ത് ഭാഗത്ത് ഇതുണ്ടാവും, ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഒരു കറുപ്പായിരുന്നു, എന്തിൻ്റെ ബോർഡായിരുന്നു അറിയില്ല. ആ ബോർഡില്ലെങ്കിൽ ശരിക്കും ഇവന് വണ്ടി തട്ടുവന്നില്ലായിരുന്നു, എനിക്ക് അപ്പുറത്തേക്കാക്കാൻ പറ്റും. പക്ഷേ അത് പാസ് ചെയ്ത് കഴിഞ്ഞ കൂടെ തന്നെ ഞാൻ ലെഫ്റ്റിലേക്ക് വണ്ടി എടുത്തങ്ങിട്ട് എൻ്റെ വലത്തെ ബമ്പറിൻ്റെ ഏറ്റവും വലത്തെ മൂലൊക്കെ ലാസ്റ്റാണ് തട്ടിയിരിക്കുന്നത്. ആ തട്ടിയിട്ടും ബൈക്ക് അങ്ങോട്ടും തെറിച്ചു, ഇവൻ ഇങ്ങോട്ടും തെറിച്ചത് ആയതുകൊണ്ടാണ് ആ ജീവൻ ബാക്കിയായത്. എന്നിട്ടും അവൻ്റെ കാലിൻ്റെ ഒരു ജസ്റ്റ് വ്യത്യാസത്തിന് മാത്രമാണ് വണ്ടി നിന്നത്. ഞാൻ തന്നെ പാടിപ്പോൾ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇത്രയും കൊല്ലം ബസ് ഓട്ടാന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ബൈക്കിന് തട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുന്നത്. അത് വല്ലാത്ത